എല്ലാവർക്കും കൊണിച്ചിവ ജെക്കിൻ്റെ മാങ്ക എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു നിർത്തിയത് എവിടെ പറഞ്ഞാൽ നമ്മുടെ യൂട്ടല്ലേ നമ്മുടെ ഗോജുവിൻ്റെ ബോഡി ടേക്ക് ഓവർ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ സുക്കുണായിട്ട് ഫൈറ്റ് ചെയ്യണം. സോ ഇപ്പോൾ രണ്ടാളും ഡൊമൈൻ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാളും കൂടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഈ ഒരു ഗോജുവിൻ്റെ ബോഡിയിൽ നമ്മൾ ഗോജു ലിമിറ്റ്ലെസ് അതുപോലെ തന്നെ 6 ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ യൂട്ടേക്ക് ഇതെന്ത് പണ്ടാരാണെന്ന് കൂടി അറിയില്ല, യൂസ് ചെയ്യാൻ അറിയില്ല. സോ അതിൻ്റെ കുറച്ച് സ്ട്രഗിൾസും കാര്യങ്ങളെല്ലാം ഇതിലിങ്ങനെ നമുക്ക് കോൺവെർസേഷനായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഗോജുവിന് 6 ലിമിറ്റ്ലെസ് എല്ലാം ഉണ്ട്. പക്ഷേ ബോഡി ടേക്ക് ഓവർ ചെയ്താൽ യൂട്ടേക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് അറിയില്ല. സോ ഈ ഒരു കാര്യം നമ്മൾ സുക്കുണി മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നമ്മൾ സുക്കുണ മറ്റേ മൈൻഡ് സെറ്റിൽ ചേട്ടന് ഇതിനെപ്പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല അല്ലേ എന്നും ആ ഒരു മൈൻഡ് സെറ്റിൽ ആ ഒരു എക്സ്ട്രാ ടൈം നോക്കി നമ്മുടെ യൂട്ടനെയല്ലേ ഗോജുവിൻ്റെ ബോഡി ടേക്ക് ഓവർ ചെയ്താൽ നമ്മുടെ യൂട്ടനെ പിടിച്ചടിക്കുകയാണ്. പിന്നെ ആൾ ഈ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ കെഞ്ചാക്കു പറയുന്നത് നമ്മുടെ യൂട്ടൻ്റെ ടെക്നിക്ക് പറയുന്ന കോപ്പിയാണ്. സോ അതിന് നമ്മുടെ റീക്കാണ് ഒരു കേഴ്സ് സ്പിരിറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മൾ റീക്കയ്ക്ക് ഈ ഒരു കോപ്പി യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് വേണം. എന്നാലും ഒരു 5 മിനിറ്റ് ലിമിറ്റിൽ വരെ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ എന്നാലും ഗോജിയുടെ ഹോൾ ബോഡി ഉണ്ടല്ലോ നമ്മുടെ റിക്കൻ്റെ കയ്യിൽ. സോ എന്നാലും മറ്റേ അറ്റാക്കിൽ ആളുടെ പകുതിയെ വെന്തില്ലാണ്ടാക്കിയ ഒരു അറ്റാക്ക് ഉണ്ടായില്ല പർപ്പിൾ, അതെന്നാൽ യൂസ് ചെയ്യണം മനസ്സിലാക്കി നമ്മുടെ സുക്കുണ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആൾ മുമ്പ് തന്നെ ആളുടെ ഷ്രൈൻ ഓപ്പൺ ചെയ്യുകയാണ്. സോ ആ ഒരു എക്സാക്ട് ടൈമിൽ തന്നെ നമ്മുടെ യൂട്ട് ബ്ലൂ ഇടണ പോലെ പറയും. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ഡിവൈസാണ് എനിക്ക് കാണിക്കുക. അത് റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. അതിൽ നമ്മുടെ ഇനുമാക്കി സെൻപൈ ഇങ്ങനെ പറയുകയാണ്, ഈ ഒരു പാനൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഇനിമാക്കി ചോര തോറിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഈ 2 അക്ഷരം നമ്മുടെ സുക്കുണി തേനു ഇതേ ഒരു എക്സാക്ട് ടൈമിൽ തന്നെ നമ്മുടെ ഗോജുവിൻ്റെ ഒരു മെമ്മറി വെച്ചിട്ട് നമ്മുടെ യൂട്ട പർപ്പിൾ തന്നെ ഞങ്ങളുടെ ഇടയ്ക്ക് വിടാണ്. സോ മറ്റേതുപോലെ തന്നെ അത്ര ഹെവി അല്ലെങ്കിലും ഏകദേശം ഒരു 70% എങ്കിലും പറയാം നല്ലൊരു അറ്റാക്ക് പർപ്പിൾ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗോജുവിനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സുക്കുണെ നോക്കുകയാണെങ്കിൽ ആൾക്ക് നല്ലൊരു പൊള്ളലും കാര്യങ്ങളും എല്ലാം ഏറ്റിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ 3 ആളും കൂടി നമ്മളെ സുക്കുണിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ യൂട്ട, യൂജി ആൻഡ് ടോഡോ യൂജി നമ്മളെ യൂട്ടൻ്റെ പറയുന്നുണ്ട് ഈ മാക്സിമം പർപ്പിൾ ഒരു ഗ്യാപ്പിനനുസരിച്ച് റീസ്റ്റോർ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ നോക്ക്. എനിക്ക് ഒന്നുമില്ലാത്ത വിധം ഞാൻ എൻ്റെ ബോഗി ആ സാധനം ഉപയോഗിച്ചിട്ട് ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ ഇവർ നേരെ നമ്മുടെ സുക്കുണിക്ക് അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ യൂട്ട നേരെ താഴെ വീണു. സംഭവം എന്താ പറഞ്ഞാൽ നമ്മുടെ ആൾ ഈ ഒരു ഡൊമൈൻ എക്സ്പെൻഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു 5 മിനിറ്റ് ടൈമിൽ നിന്നിട്ടാണ് നമ്മുടെ കെഞ്ചാക്കുവിനെ കൺസ്യൂം ചെയ്തുകൊണ്ട് കിട്ടുക. 5 മിനിറ്റ് വരെ നമുക്ക് യൂട്ടൻ്റെ റിക്കയ്ക്ക് പിടിച്ച് നിർത്താൻ പറ്റുള്ളൂ. ഈ 5 മിനിറ്റ് മുമ്പ് തന്നെ ഈ ഒരു ഡൊമൈൻ യൂസ് ചെയ്തുകൊണ്ട് ആളുടെ കോപ്പീൻ്റെ ആ ഒരു ലിമിറ്റ് തന്നെ ട്രെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. സോ നമ്മുടെ കെഞ്ചാക്കു വേറെ എന്തെങ്കിലും ട്രിക്ക് അവൻ്റെ ഈ ഒരു ടെക്നിക്കൽ ട്രിക്ക് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ പറഞ്ഞിട്ട് നമ്മുടെ യൂട്ടയും ചിന്തിക്കുകയാണ്. സോ അപ്പം ആളിപ്പോൾ അവിടെ പടപോയി. സോ ഇവർ എന്താളും ഇനി മൂവ് ചെയ്യണം പറഞ്ഞിട്ട് ഇവർ രണ്ടാളും നേരം കൂടി നമ്മൾ സുക്കുണെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. നമ്മുടെ സുക്കുണ നേരെ നമ്മൾ ബ്ലാക്ക് ഫ്ലാഷ് നമ്മുടെ ഈ ഒരു ടോഡോനും കൊടുക്കുകയാണ്. അതുപോലെ നമ്മുടെ യൂജി ബാക്കിൽ വന്നിട്ട് നമ്മുടെ സുക്കുണെ അറ്റാക്ക് ചെയ്യുകയാണ്. ആ ഒരു അറ്റാക്ക് നമ്മുടെ സുക്കുണിൻ്റെ ഫേസിങ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവർ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ യൂജി അതുപോലെ തന്നെ ടോഡോ വഴി ഇങ്ങനെ സോപ്പ് ചെയ്ത് കളിക്കണം. ബൂഗി കൂടെ അടിച്ച് നമ്മുടെ യൂജി എന്താ പറയുക തൻ്റെ ഈ ഒരു ഡിസ്മാൻഡിൽ നേരെ നമ്മുടെ സുക്കുണിക്ക് ബോഡിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. നമ്മുടെ സുക്കുണിക്ക് കാര്യം മനസ്സിലായി. ഈ ഒരു ഡിസ്മാൻഡിൽ നമ്മുടെ ഫുഷിഗുറിൻ്റെ ബോഡി, അതായത് നമ്മുടെ മെഗുമിൻ്റെ ബോഡിയിലാണല്ലോ നമ്മുടെ സുക്കുണ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. സോ ഇതുമായിട്ട് ആ ഒരു സോളിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് നമ്മുടെ യൂജി. തൻ്റെ ഈ ഒരു ബോഡി തൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോകുമെന്ന് തൻ്റെ ഈ ഒരു സോൾ ഈ ഒരു ബോഡി വിട്ട് പോകുമെന്ന് മനസ്സിലാക്കി നമ്മുടെ സുക്കുണ എന്ത് പറഞ്ഞാൽ നമ്മൾ തെങ്കേൻ്റെ മറ്റേ സാധനം കൊടുത്തില്ലേ അത് വീണ്ടും തുപ്പിയിട്ട് വീഴുകയാണ്. ഒരുപാടാ പറഞ്ഞിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യണം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഫൈറ്റിൽ നമ്മുടെ ബൂഗി വാഗൻ, അതായത് നമ്മുടെ ടോഡ് യൂസ് ചെയ്യണ കണ്ടു നമ്മുടെ സുക്കുണ. പക്ഷേ ഈ ഒരു സാപ്പിങ് നടന്നിട്ടില്ല. തന്നിറപ്പം ഇവിടെ ഇരിക്കുന്നു എന്തൊരു പിന്നെ കിണ്ടി വെറുതെ യൂസ് ചെയ്യുന്ന പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്നത് ആരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജാക്ക് പ്ലേഡർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഏഞ്ചലാണ്. നമ്മുടെ ഏഞ്ചൽ എവിടെ നിൽക്കുന്നത് നോക്കി കഴിഞ്ഞാൽ നേരെ നമ്മുടെ സുക്കുണിൻ്റെ മണ്ടേമല്ലേ എന്തത്. അതായത് നമ്മുടെ ഏഞ്ചൽ ഈ ലാസ്റ്റ് ഫൈനൽ ബ്ലോ കൊടുക്കാനുള്ള മെയിൻ തീരുമാനത്തിൽ എത്താനുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതായത് മെയിൻ നമ്മുടെ ഈ ഒരു ഏഞ്ചലിനെ കൊണ്ട് നമ്മുടെ കയ്യിൽ ജ്യൂസ് ഉള്ളവർക്ക് മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗോജുവിൻ്റെ ആ സീല് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ അപ്പം നമ്മുടെ ഇവിടെ പറയേണ്ടത് എനിക്കറിയാം നിൻ്റെ ലാസ്റ്റ് ഒരു മിഷൻ എന്ന് പറയുന്നത് ഗോജുവിൻ്റെ സീല് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ പിന്നീട് നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു, നിൻ്റെ ഒരു കൈ പോയി, അതൊക്കെ കാര്യം പറഞ്ഞിട്ട് എനിക്കറിയാൻ പറഞ്ഞിട്ട് നമ്മുടെ യൂട്ട പറയേണ്ടത് ജസ്റ്റ് ഒന്നുമില്ല, നീ ഒരു ഫൈനൽ ബ്ലോ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാം, എനിക്കറിയാം ഞാൻ ടെക്നിക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്,
എനിക്കറിയാം നീ ഒരുപാട് കാര്യം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എ ഒറിജിനൽ യൂസർ ദാൻ എ കോപ്പീഡ് വെർഷൻ. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ഒരു ഫൈനൽ ബ്ലോ നീ തന്നെ ചെയ്യണം പറഞ്ഞിട്ട് പറയേണ്ടത്. സോ നമുക്ക് മുമ്പത്തെ ഒരു ചാപ്റ്ററിലൊക്കെ അറിയാം നമ്മുടെ മെഗുമീൻ്റെ ബോഡി നമ്മളെ സുക്കുനെ ടേക്ക് ഓവർ ചെയ്തപ്പോഴാണ് നമ്മളെ ഈ ഒരു ഹനേൻ്റെ ഈ ഒരു കൈയിനെ പോയി പറഞ്ഞിട്ട് അറിയാം. സോ എന്നാലും അവൾ ആ ഡിസിഷന് ഓക്കെ ആയിട്ട് ഈ ഒരു ലാസ്റ്റ് ഫൈനൽ ബ്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കണം. സോ അങ്ങനെയാണ് ഇപ്പോൾ അവൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സോ ഇപ്പോൾ നമ്മുടെ ഹന വന്ന കാര്യം ചെയ്യാൻ ശ്രമിക്കണം. അവളുടെ പണി ചെയ്യാണ്. ജാക്കബ്സ് ലാഡർ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കുകയാണ് നമ്മുടെ സുക്കുണിക്ക് മേലി. നമ്മുടെ സുക്കുണിക്ക് ഈ സംഭവം എന്താണെന്നറിയാം. ഈ ഒരു വലിയൊരു ബീം ഓഫ് ലൈറ്റാണ് മേലെ വരിക. വന്ന് കഴിഞ്ഞാൽ സുക്കുണിൻ്റെ മീൻസ് മെഗുമിൻ്റെ സോള് എന്നാലും പോവും. മീൻസ് മെഗുമിൻ്റെ ബോഡി പോവും, സോളായിട്ട് സ്പ്ലിറ്റ് ചെയ്യെല്ലാം നമ്മുടെ സുക്കുണിക്ക് അറിയാം. സോ ആൾ നൈസായി അവോയ്ഡ് ചെയ്തിട്ട് വീണ്ടും നമ്മളെ എന്താണ് ഹനേനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. എന്നാൽ പിടിച്ചൊടി പറഞ്ഞിട്ട് ബ്ലാക്ക് ഫ്ലാഷ് തന്നെ നമ്മുടെ ഹനേനെ മേലെ യൂസ് ചെയ്യാൻ വേണം, ഐ മീൻ ഏഞ്ചൽ. സോ ആ ഒരു എക്സാക്ട് ടൈം തന്നെ അറ്റാക്കിൻ്റെ ടൈം നമ്മൾ ബ്ലാക്ക് ഫ്ലാഷ് നമ്മൾ എന്താ പറയുക ടോഡ് ഏറ്റ് വാങ്ങുകയാണ്. അവൻ്റെ ഈ ഒരു ബൂഗി വാഗനിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അപ്പോഴാണ് നമ്മുടെ സുക്കുണ ശരിക്കും നമ്മുടെ ടോഡ് തന്നെ അക്നോളജ് ചെയ്ത് ഹീസ് ദിസ് മാൻ ഈസ് എ ക്ലാസിക് ക്രിമിനൽ എന്ന് പറഞ്ഞ പോലെ ദിസ് മാൻ ഈസ് ജസ്റ്റ് അ ജുജുസു സോസറർ. അവനത് എന്താ പറയുക ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു ബൂഗി വാഗനിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ബ്ലാക്ക് ഫ്ലാഷ് ഏറ്റ് വാങ്ങുകയാണ് നമ്മുടെ ഹനയ്ക്ക് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ടോഡോ. ഇപ്പോൾ ഒരു ബ്ലാക്ക് ഫ്ലാഷ് തന്നെ ഇമ്പാക്റ്റ് കിട്ടിയതുകൊണ്ട് നമ്മുടെ ഹനയും അതുപോലെ തന്നെ നമ്മുടെ ടോഡും നേരെ നിലം പതിച്ചു. സോ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സുക്കുണിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് ആരാണ്? നമ്മുടെ യു ജി കൊല്ലുടാങ്ങെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. നമ്മൾ സുക്കുണ നൈനിമാന്ന് പറഞ്ഞിട്ട് എന്നെ വെറുതെ വിടില്ലേ, ചത്താലും എന്നെ വെറുതെ വിടില്ലേ എന്നൊരു മൈൻഡ് സെറ്റിലാണ് നമ്മുടെ സുക്കുണ ഇരിക്കുന്നത്. ഇപ്പോൾ ആദ്യം അവൻ്റെ മുഖത്തേക്ക് തന്നെ ഒരു പഞ്ചും കൊടുത്തിട്ട് ഹിസ് നെയിം ഈസ് ജോൺ സീന പറഞ്ഞിട്ട് മൂപ്പര് പടകരി ഇടുകയാണ് നമ്മുടെ സുക്കുണിനെ. നിലംപതിച്ച് നമ്മുടെ അതായത് ബിൽഡിങ്ങൊക്കെ പൊളിച്ച് നിലംപതിച്ച് നമ്മുടെ സുക്കുണി അതുപോലെ തന്നെ യുജിയും വെറുതെ വീണില്ല, അവിടെ നിന്നും വീണ്ടും ഫൈറ്റ് ചെയ്യാണ്. സോ നമ്മുടെ എന്താ പറയുക ഈ ഒരു സോളൊക്കെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു അറ്റാക്ക് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മുടെ യുജി നമ്മുടെ സുക്കുണയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സുക്കുണ മേലെ യൂസ് ചെയ്യണം, പക്ഷേ അതൊക്കെ നൈസായിട്ട് തന്നെ നമ്മുടെ സുക്കുണ അവോയ്ഡ് ചെയ്യാണ്. സോ ഇങ്ങനെ ഒരു പുതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫൈറ്റിൽ നിന്ന് നമ്മുടെ സുക്കുണിക്ക് എന്താ പറഞ്ഞാൽ റീഗെയിൻ ചെയ്യുകയാണ് ആ ഒരു റിവേഴ്സ് കേസ് എനർജി. എന്നിട്ട് അടുത്തൊരു ബ്ലാക്ക് ഫ്ലാഷ് ഇവൻ്റെ മേലെ യൂസ് ചെയ്യണം പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഇൻസ്റ്റൻറ്റിൽ വരികയാണ് നമ്മുടെ സുക്കുണ. ഇനി വാടാ ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ബാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുക്കുണ ഈ ഒരു എന്താ പറയുക ബ്ലാക്ക് ഫ്ലാഷ് യൂസ് ചെയ്യാൻ വരുന്ന ടൈമിലായിരിക്കും നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. മുമ്പ് നമ്മുടെ ഈ ഒരു സീസൺ 1 നമ്മൾ ജോഗായിട്ടുള്ള ഒരു ഫൈറ്റിൽ ഇൻഫിനിറ്റി ഉപയോഗിക്കുന്ന ഒരു അതിൽ നമ്മുടെ ഗോജു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഇങ്ങനെയാണ്, ഈ ഒരു ഡൊമൈൻ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കേസ് എനർജി നമ്മളെ പോവും, അത് സത്യമാണ്. പക്ഷേ അതിന് മെറിറ്റുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് ഈ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് മാറുമ്പോൾ തന്നെ നമുക്കൊരു ബഫ് കിട്ടും. ഇത് നമ്മളെ വീഡിയോ ഗെയിമിലൊക്കെ പെട്ടെന്ന് ഒരു ഇങ്ങനെ ഇമ്പാക്റ്റ് കിട്ടുന്നില്ല, അതേപോലെ സാധനം. അതുമാത്രമല്ല നമ്മൾ കൊടുക്കുന്ന ഈ ഒരു കേസിന് ടെക്നിക്ക് നല്ലൊരു ഇമ്പാക്റ്റ് തന്നെ ഈ ഒരു ഡൊമൈൻ എക്സ്പാൻഷനിൽ കിട്ടും. അത് പറഞ്ഞിട്ട് നമ്മുടെ യുജി ഇങ്ങനത്തെ ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് ആ ഒരു ടൈമിലായിരിക്കും യുജീൻ്റെ ഫസ്റ്റ് ടെങ്കോയ് ഇത് നമ്മൾക്ക് കാണിക്കുന്നത്. നമ്മുടെ സുക്കുണ കണ്ണ് തുറക്കുന്നതാണ്. നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു ബിൽഡിങ്ങാണ്, ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോം എന്ന് പറയാം. സോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ബെഞ്ചിലിരിക്കാൻ നമ്മുടെ സുക്കുണ ഇതെന്താ കിണ്ടിയാണ് അന്തമൊന്നും ഇല്ലാണ്ടിരിക്കും. നമ്മുടെ സുക്കുൻ്റെ അടുത്ത് നേരെ വന്നിട്ട് നമ്മൾ യൂജ് പറയുന്നത് കമോൺ സുക്കുണ ലെറ്റ്സ് ഗോ ഭ്രാന്ത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇവിടെ നിർത്താണ് ഈ ഒരു വീഡിയോ. സോ ഗൈസ് എങ്ങനെയുണ്ട്? നല്ലതായിട്ടില്ലേ? ഓക്കെ, മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിൽ എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. എൻ്റെ ഫൈനൽ ഇയർ സെമിസ്റ്റർ എക്സാം പ്രൊജക്റ്റും ആ ലാബ് എക്സാമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതാണ് എനിക്ക് ഇത്രയും ഡിലേ കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും.